കൗണിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാവുന്ന വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ 2015 മോഡൽ ML 250 ആണ് വണ്ടി. വണ്ടിനെ കുറിച്ച് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ വണ്ടി ഇപ്പം നിലവിൽ കിടക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. അതല്ല എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി തരും. വണ്ടി വാങ്ങിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ അവിടെ ഡെലിവറി ഉണ്ടാവും. അത് കൂടാതെ തന്നെ അവിടുത്തെ NOCയും കാര്യങ്ങളൊക്കെ എടുത്തു തരും. നിങ്ങൾക്ക് നെയിം ചേഞ്ചും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ ചെയ്തു തരും. അതാണ് നെക്സ്റ്റ് സ്കെയിലിലേക്ക് ഈ ഒരു ഷോറൂം മാറിയേക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏത് വണ്ടി ഇന്ന് മുതൽ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓൾ ഇന്ത്യ ഡെലിവറി ആയിരിക്കും. ഓക്കെ, നോക്കി വണ്ടിയിലേക്ക് കിടക്കാം. വണ്ടി നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 47,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നിലവിൽ ഡൽഹി രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഇത് കേരളത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് NOCയും കാര്യങ്ങളൊക്കെ എടുത്ത് ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ വിത്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റേഷനും അതേപോലെ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിനകത്തേക്ക് വാട്സാപ്പിൽ മെസ്സേജോ അല്ലെങ്കിൽ വോയിസോ കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ഫുൾ വിവരങ്ങളിലേക്ക് പോകണം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, എയർ കണ്ടീഷൻ എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതിനൊക്കെ മുമ്പ് തന്നെ ഈ വണ്ടിനെ കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നിലവിൽ ഡൽഹി രജിസ്റ്റേർഡ് ആണ്. പക്ഷേ നമ്മൾ കേരള രജിസ്റ്റേർഡ് വണ്ടി ഈ 2015 മോഡലൊക്കെ ഈ ഒരു ക്വാളിറ്റിയിൽ കിട്ടാൻ വളരെ പാടാണ്. കാരണം അത്രയ്ക്ക് മിൻറ്റ് ക്വാളിറ്റിയിൽ ഇരിക്കുന്ന വണ്ടിയാണത്. ഇതിൻ്റെ ക്വാളിറ്റി ശ്രദ്ധിക്കുക. ബ്ലാക്ക് ആണെങ്കിൽ സാധാരണ ബ്ലാക്ക് വണ്ടിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ക്വാളിറ്റിയൊക്കെ കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ട് തോന്നാറുണ്ട്. കാരണം അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി നോക്കി നല്ല പക്ക കണ്ടീഷനിലിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ വണ്ടി കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വാഹനമാണ്. 2015 ഇതിൻ്റെ രജിസ്ട്രേഷൻ വന്നേക്കുന്നത്. പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റും ആയിക്കോട്ടെ അവിടെ ഡെലിവറിയും കാര്യങ്ങളെല്ലാം ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് NOCയും കാര്യങ്ങളെല്ലാം നമുക്ക് എടുത്തു തരുന്നതാണ്. അതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർമാറ്റിക് ML 250 CDI അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അതുകൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് പോർഷനൊക്കെ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ഒരു സൈഡ് പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കേട്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷനാണത്. അതുകൂടാതെ തന്നെ നമുക്കിനി ഫ്രണ്ട് പോർഷനേക്കും അതേപോലെ ടോപ്പിലും സൈഡിലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ കേട്ടോ വാഹനം നോക്കാം. പിന്നെ ടോപ്പ് വ്യൂയിലേക്ക് പോയാലോ. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. അതുകൂടാതെ തന്നെ വീലാർസിലേക്ക് പോയേക്കാം. വീലാർസും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു വീലാർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും പക്ക ക്വാളിറ്റിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ബോണറ്റൊക്കെ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബോണറ്റ്. അതേപോലെ തന്നെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് നല്ല നീറ്റ് അടിക്കുന്ന വിൻഷീൽഡ് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു എയർ ഡാം കാര്യങ്ങളൊക്കെ എയർ വെൻ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലെ ഗ്രില്ല് നോക്കാം. ഗ്രില്ലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിനി ഇവിടെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് സൈഡിലേക്ക് വരാം. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറും ഇവിടെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് ഇവിടെ കാണാം. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഡിഫോഗസ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ലിഡ് നോക്കാം. ലിഡ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ലാമ്പും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും നല്ല നീറ്റ് അടിക്കുന്ന ബമ്പേഴ്സും നമുക്ക് ഇവിടെ കാണാം. ഇവിടുത്തെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഇരിക്കുന്നത്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് രണ്ട് ഡോറിലേക്കും പോകാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും വെച്ചിപ്പെടാം. ഡോർ പാഡ്സ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് ശ്രദ്ധിക്കാം. സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് ഡാഷ്ബോർഡൊക്കെ നോക്കാം. വിശാലമായിട്ടുള്ള ഡാഷ് കിട്ടുന്നുണ്ട്. മിഡിൽ നമുക്കിവിടെ ബാക്കിയുള്ള മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ചെറിയ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് വർക്കൽ കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ചെറിയ സ്റ്റോറേജ് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് നോക്കാം. സ്റ്റിയറിംഗിലും നമുക്ക് കൺട്രോൾസൊക്കെ കിട്ടുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ സൺറൂഫൊക്കെ നോക്കാം. സീറ്റ്സ് ശ്രദ്ധിക്കാം. സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റിയറിലെ സീറ്റ് നോക്കാം. റിയറിലെ സീറ്റും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി കിലോമീറ്റേഴ്സ് 47,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഇപ്പോൾ ഓടിക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് പോയേക്കാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡോർ പാഡ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. സീറ്റ്സ് ശ്രദ്ധിക്കാം. നല്ല ലക്ഷൂറിയസ് സീറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ മിഡിൽ നമുക്കിവിടെ AC വെൻറ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്.
ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. ഡോറിന് ക്ലോസ് ചെയ്തിട്ട് എൻ്റെ എഞ്ചിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങൾ ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ലിവർ അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. ക്യാമറ സ്ലോയിൽ ഞാൻ പാൻ ചെയ്ത് വിട്ടേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ എഡ്ജസിലേക്ക് പോയേക്കാം. എഡ്ജസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കാം കേട്ടോ. ലിഡിലേക്ക് വരാം. ലിഡ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ്, ഒരു ഡാമേജോ കാര്യങ്ങളോ നമുക്കൊരു ലിഡിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ട് എന്ന് പറഞ്ഞാൽ അതിവിശാലമായിട്ടുള്ള ബൂട്ടാവാനാണ് ചാൻസ്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. അതിവിശാലമായിട്ടുള്ള ബൂട്ട് ഉണ്ട്, ഇഷ്ടംപോലെ സ്പേസ്. അതേപോലെ പാർസൽ ട്രേക്ക് നോക്കാം. അഡ്ജസ്റ്റബിൾ പാർസൽ ട്രേ വന്നേക്കണേ. അതേപോലെ നമുക്കിനി ഇവിടെ പ്ലാറ്റ്ഫോം നോക്കാം. സ്പെയർ വീൽ ടയേഴ്സൊക്കെ ശ്രദ്ധിക്കാം. നമുക്ക് അഡ്ജസ്റ്റിലേക്ക് നോക്കാം. അഡ്ജസ്റ്റ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു അഡ്ജസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതേപോലെ ലിഡിലേക്ക് പോകാം. ലിഡായാലും നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമ്മുടെ കാണിക്കേണ്ടത്. പയ്യെ നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി നിലവിൽ കിടക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. വണ്ടി ഇപ്പോൾ ML 250. വണ്ടിയുടെ വേറെ പ്രത്യേകിച്ച് 47 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാണ്. പിന്നെ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഡെലിവറി ഇവിടുന്ന് ചെയ്തു തരുന്നതാണ്. നമ്മൾ പാൻ ഇന്ത്യ ഡെലിവറി ഇവിടുന്ന് ഷോറൂം ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ വണ്ടിയുടെ NOCയും കാര്യങ്ങളൊക്കെ ഏത് സ്റ്റേറ്റ് ആയാലും ഇവിടുന്ന് തന്നെ അത് എടുത്തു തരുന്നുണ്ട്. അതാണ് വേറൊരു ഹൈലൈറ്റ്. ഇനി നമുക്കിതിൻ്റെ റേറ്റിലേക്കാണ് നടക്കേണ്ടത്. റേറ്റിലേക്ക് ഇറങ്ങാൻ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇനി ഈ ഒരു ML 250യുടെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 ലക്ഷം രൂപയാണ്. ജസ്റ്റ് 24 lakhs rupees എനിക്ക് ഒരു വാഹനം സ്വന്തമാക്കാം. ലോൺ വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ വിവരങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.